ശബരിമല സന്നിധാനത്ത് ഇത്തവണ കുഞ്ഞുമാളികപ്പുറങ്ങളും കുഞ്ഞയ്യപ്പന്മാരും പ്രായമായവരുമാണ് കൂടുതൽ വരുന്നതെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിലയിരുത്തൽ. തിരക്ക് നിയന്ത്രിക്കുന്നതിൽ ഇവർ കൂടുതലായി എത്തുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. ഇവർക്ക് വേണ്ട രീതിയിൽ ദർശനം നടത്താൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത്തരത്തിലുള്ള പരാതി വ്യാപകമായി ഉയർന്നപ്പോൾ അതിനൊരു പരിഹാരം കാണുകയാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഓവർ ബ്രിഡ്ജിന് താഴെ, അതായത് 18-ാം പടി കയറി അയ്യപ്പന്റെ മുൻപിലേക്ക് എത്തുന്നതിന് മുൻപ് ഓവർ ബ്രിഡ്ജിലൂടെയാണ് അയ്യപ്പന്മാർ വരുന്നത്. ആ ഓവർ ബ്രിഡ്ജിന് താഴെ ഒരു കവാടം വെച്ച് അതുവഴി അയ്യപ്പന്മാരെയും കുഞ്ഞു മാളികപ്പുറങ്ങളെയും പ്രായമായവരെയും എല്ലാം കടത്തിവിടുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് 18-ാം പടിയിൽ നിന്നും ഈ വഴിയിലേക്ക് എങ്ങനെ കടക്കാമെന്നുള്ളതാണ്. ഇതിപ്പോ ഈ വഴി നേരെ കടന്നെത്തുന്നത് 18-ാം പടിയിൽ സേവനം അനുഷ്ഠിക്കുന്ന പോലീസ് അയ്യപ്പന്മാർ വിശ്രമിക്കുന്ന ഇടമാണ്. ഇതിനിടയിലൂടെ കടന്ന് ഓവർബ്രിഡ്ജിന്റെ താഴെ വെച്ചുള്ള ഈ ഒരു കവാടം, ഇത് പുതിയതായിട്ട് നിർമ്മിച്ചതാണ്. ഇതുവഴി അയ്യപ്പന്മാരെ കടത്തിവിട്ട് ശ്രീകോവിലിന്റെ മുൻപിലുള്ള റോയിലേക്ക് അവരെ പ്രവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ഏറ്റവും മുൻപിൽ നിന്ന് തന്നെ തൊഴാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. കുട്ടികൾ വളരെ ദൂരെ നിന്ന് വരുന്നവരൊക്കെ വേണ്ട പോലെ ദർശനം നടത്താതെ മടങ്ങിപ്പോകുന്നു എന്ന സങ്കടവും പരാതിയൊക്കെ ഒരുപാട് ഉന്നയിച്ച സാഹചര്യത്തിലാണ് അതിനൊക്കെ ഒരു പരിഹാരം എന്ന രീതിയിൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് ഇത് നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ ക്ഷേത്രം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും അതുപോലെ തന്നെ പോലീസിന്റെ ചുമതലയുള്ള K സുദർശന്റെയും സാന്നിധ്യത്തിലാണ് ഈ ഗേറ്റ് തുറന്നത്. ഗേറ്റ് തുറന്നതുകൊണ്ട് അതിനുശേഷം അവർ പറഞ്ഞത് ഒന്ന് കേൾക്കാം. നമ്മുടെ നടപ്പന്തലിൽ നേരത്തെ തന്നെ ഒരു 9ാമത്തെ ക്യൂ ആയി ഒരുക്കിയിട്ടുണ്ട്, റോയായി ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അതിന് ഇപ്പുറത്തേക്ക് ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ 18-ാം പടി കയറി വരുന്ന ഭക്തരെ പോലീസ് വളരെ നന്നായി കെയർ ചെയ്ത് അവരെ കുട്ടികളെ അമ്മമാരെയും മാറ്റി ഇങ്ങോട്ടേക്ക് ഒരു പ്രത്യേക സൗകര്യം ഇപ്പുറത്തെ ഗേറ്റ് വഴി ഭഗവാന്റെ മുന്നിൽ കൂടി ദർശനം നടത്തുക എന്നുള്ളതാണ് ഈ സൗകര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനൊരു പ്രയോജനം കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. പോലീസ് അത് കൃത്യമായി കയറി പ്രായമായിട്ടുള്ള അമ്മമാരെയും കുട്ടികളെയും അവരെ അവർക്ക് ദർശനത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടി ആ കയറി വരുന്ന സമയത്ത് തന്നെ പറ്റാവുന്ന ആളുകളെ സെഗ്രിഗേറ്റ് ചെയ്ത് ഈ സ്പെഷ്യൽ ക്യൂയിലൂടെ കടത്തിവിട്ട് അവർക്ക് വേണ്ട സുരക്ഷിതമായിട്ടുള്ള ഒരു ദർശനം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഈ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ അയ്യപ്പന്മാരെയും ായിട്ടുള്ള കുഞ്ഞുമാളികപ്പുറങ്ങളുമായിട്ടുള്ള അയ്യപ്പന്മാർ ഇതുവഴി വരിക, താല്പര്യമുള്ളവർക്ക് ഇതുവഴി വരാം എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഇതിൽ മറ്റൊരു പ്രശ്നമുള്ളത്, ഒരു ഗ്രൂപ്പായിട്ട് വരുമ്പോൾ അതിൽ എത്ര പേർക്ക് ഇങ്ങനെ മാറി നിന്ന് ദർശനം നടത്താൻ കഴിയും, അതിനുശേഷം ചെയ്യുമെന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. മാത്രമല്ല ഇങ്ങനെ വരി നിന്ന് വരുന്നവരുടെ ഇടയിലേക്ക് പ്രത്യേക റോ വഴി ഇതുവഴി ആളുകളെ പ്രവേശിപ്പിക്കുമ്പോൾ അത് വീണ്ടും ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. എന്നിരുന്നാലും ഇതൊരു പുതിയ സംവിധാനം അവിടെ തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ നമുക്ക് വരും മണിക്കൂറുകൾ മാത്രമാണ് വ്യക്തമാവുക. ഈ കൂടുതൽ സുഗമമായിട്ട് ചെറിയ കുട്ടികൾക്കും പ്രായമായവർക്കും ദർശനം നടത്താനുള്ള സൗകര്യം ഒരുക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നതെന്നാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത്. KP ധനേഷിനൊപ്പം CB അനുമോദ്, News 18.